ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കുറേ നാളായി ഒരു ലോങ് വീഡിയോസ് ഇട്ടിട്ട്, ഏകദേശം ഒരു 1 മന്തോളം ആയി ഇപ്പോൾ ലോങ് വീഡിയോസ് ഇട്ടിട്ട്. ഇപ്പോൾ ഞാൻ നാട്ടിലാണുള്ളത്. ന്യൂസിലാൻഡിലായിരുന്നു, ഒരു 7 മാസത്തോളം ഞാൻ ന്യൂസിലാൻഡിലായിരുന്നു. അപ്പോൾ അവിടുത്തെ വീഡിയോസ് ഇട്ടപ്പം കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ചു, എന്തിനാണ് പോയത്, പഠിക്കാൻ പോയതാണോ, എന്ത് ജോബാണ്, പാർട്ട് ടൈം ജോബ് ചെയ്യാനാണോ പോയത്, അതോ സ്റ്റുഡൻറ്റ് വിസയിലാണോ പോയത്, വിസിറ്റിംഗ് വിസയിലാണോ പോയത്, അങ്ങനെ കുറേ കമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിനൊക്കെ ഒരു ആൻസറായിട്ടൊരു വീഡിയോ ചെയ്യാം എന്നുള്ളത്. ഞാനൊരു നേഴ്സാണ്. അപ്പം ന്യൂസിലാൻഡിൽ ജോബ് ചെയ്യണമെങ്കിൽ നമുക്ക് ക്യാപ് പ്രോഗ്രാം ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ത്യയിൽ നിന്ന് ന്യൂസിലാൻഡിലോട്ട് പോയത് ക്യാപ് ചെയ്യാനായിട്ട്. നവംബർ 25-നാണ് ഞങ്ങൾ ഇവിടുന്ന് പോയത്. ഞങ്ങളുടെ ബാച്ചിൽ ഏകദേശം ഒരു 50 സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു ക്യാപ് ചെയ്യാനായിട്ട്. ഞാൻ ചെയ്തത് ക്രൈസ്റ്റ് ചർച്ചിലെ അര ഇൻസ്റ്റിറ്റ്യൂട്ടിലായിരുന്നു ക്യാപ് പ്രോഗ്രാം. ഡിസംബർ 5 തൊട്ട് ഫെബ്രുവരി 29 വരെയായിരുന്നു ഞങ്ങളുടെ ക്യാപ് ഡ്യൂറേഷൻ. 2 മന്ത് ഞങ്ങൾക്ക് ക്ലിനിക്കൽ പ്ലേസ്മെൻറ്റും 1 മന്തിൽ 15 ഡേയ്സ് ക്ലാസ്സും ഉണ്ടായിരുന്നു. അതിന് ക്രിസ്മസ് ഹോളിഡേയ്സും ഉണ്ടായിരുന്നു, അതും ഇൻക്ലൂഡഡ് ആയിരുന്നു. അതുകൊണ്ടാണ് ഒരു 3 മന്ത് ഒരു ലോങ് പീരിയഡ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത്. ആദ്യമേ തന്നെ പറയാലോ, എല്ലാവരും പറയുന്ന ക്യാപ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, എസ്പെഷ്യലി അര ഇൻസ്റ്റിറ്റ്യൂട്ട് അത് ഭയങ്കര ഡിഫിക്കൽട്ടാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ ഇവിടുന്ന് പോയത്. പക്ഷേ ക്ലാസ് തുടങ്ങിയ സമയത്തൊന്നും വലിയ ഡിഫിക്കൽട്ടായിട്ടൊന്നും തോന്നിയില്ല. ഞങ്ങളുടെ ബാച്ചിൽ ആരെയും ഫെയിൽ ആക്കിയിട്ടുമില്ല. പക്ഷേ മറ്റ് ഉള്ള കോളേജിനെ വെച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിനെ വെച്ച് നോക്കുമ്പോൾ ഞങ്ങൾക്ക് ഓസ്കി ഉണ്ടായിരുന്നു. ക്യാപ്പിൻ്റെ ഉള്ളിൽ തന്നെ ഇൻക്ലൂഡഡ് ആയിട്ടായിരുന്നു ഓസ്കി വരുന്നത്. ഇപ്പം ക്യാപ്പ് മാറ്റിയിട്ട് ഓസ്കി പിന്നെ തിയറി എക്സാമും ആണിപ്പം. പക്ഷേ ഞങ്ങൾക്ക് നേരത്തെ തന്നെ ക്യാപ് പ്രോഗ്രാമിൽ തന്നെ ഞങ്ങൾക്ക് ഓസ്കിയും തിയറി എക്സാമും കാൽക്കുലേഷൻ എക്സാമും 3 എക്സാം ഉണ്ടായിരുന്നു. ഈ 3 എക്സാം നമ്മൾ പാസ്സായാൽ മാത്രമേ നമ്മളെ അവർ ക്ലിനിക്കൽ പ്ലേസ്മെൻറ്റിലേക്ക് വിടത്തുള്ളൂ. ഞങ്ങൾക്ക് കിട്ടിയ ക്ലിനിക്കൽ പ്ലേസ്മെൻറ്റ്, ഞങ്ങൾ 3 സ്റ്റുഡൻസിന് ക്ലിനിക്കൽ പ്ലേസ്മെൻറ്റ് കിട്ടിയത് ആഷ്ബർട്ടൺ എന്ന് പറഞ്ഞൊരു ഹോസ്പിറ്റലിലായിരുന്നു. കുറച്ച് പേർക്ക്, ബാക്കിയുള്ളവർക്കൊക്കെ ബർബുഡ എന്ന് പറഞ്ഞ വേറൊരു ഹോസ്പിറ്റലിലായിരുന്നു ഞങ്ങൾക്കൊക്കെ ക്ലിനിക്കൽ പ്ലേസ്മെൻറ്റ് ഉണ്ടായിരുന്നത്. ക്ലിനിക്കൽ പ്ലേസ്മെൻറ്റ് വളരെ ഈസി ആയിരുന്നു, ഡിഫിക്കൽട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല. ആ ടൈമിലായിരുന്നു നമ്മുടെ ബാക്കി റിക്വയർമെൻറ്റ്സ്, അതായത് സമ്മേറ്റീവ്, സംവിജ്ഞേതൊക്കെ നമുക്ക് ക്ലിനിക്കൽ പ്ലേസ്മെൻറ്റിലായിരുന്നു. അതൊക്കെ ഒരു കുഴപ്പമുണ്ടായില്ല, സ്മൂത്തായിട്ട് പോയി. നമ്മൾ ഇവിടുന്ന്, അതായത് നാട്ടിൽ നിന്ന് പറഞ്ഞു കേട്ടത് ജോലി കിട്ടാൻ എളുപ്പമാണ്, ക്യാപ്പ് ഒന്ന് ജയിക്കുന്ന ഡിഫിക്കൽട്ട് മാത്രമേ ഉള്ളൂ എന്നായിരുന്നു നമ്മൾ അറിഞ്ഞിട്ട് പോയത്. പക്ഷേ അവിടെ ചെന്നപ്പം നേരെ തിരിച്ചായിരുന്നു. ക്യാപ്പ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല, പക്ഷേ ജോലി കണ്ടുപിടിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഞങ്ങൾക്ക് ഫെബ്രുവരി 29-ന് ക്യാപ് കോഴ്സ് കംപ്ലീറ്റ് ആയി, ക്യാപ് ലെറ്റർ കിട്ടി. പക്ഷേ APC നമ്മുടെ രജിസ്ട്രേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഏകദേശം 1 മന്ത് എടുത്തു. പക്ഷെ ഇപ്പം കേൾക്കുന്നത് ഇപ്പം 1 to 2 മന്ത് വരെ എടുക്കുന്നുണ്ട് സ്റ്റുഡൻസിന് ഇപ്പം APC കിട്ടാനായിട്ടെന്ന് കേൾക്കുന്നുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് 1 മന്ത് എടുത്തു APC കിട്ടാനായിട്ട്. ഫസ്റ്റ് കിട്ടിയ ബാച്ചിൽ ഞാനുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടും ടൈം എടുത്തവർ, ഏകദേശം 1.5 മാസത്തോളം ടൈം എടുത്തവരും ഉണ്ടായിരുന്നു ഞങ്ങളുടെ ബാച്ചിൽ. അങ്ങനെ APC കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ആക്റ്റീവായിട്ട് ജോബ് സെർച്ച് ചെയ്യാനായിട്ട് തുടങ്ങിയത്. സീക്ക്, ട്രേഡ് മീ, അതുപോലെ തന്നെ CDHB, ADHB, അങ്ങനെ എല്ലാ സൈറ്റിലും ദിവസം രാവിലെ തൊട്ട് രാത്രി വരെ നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ടായിരുന്നു ജോബിന് വേണ്ടിയിട്ട്. പക്ഷേ ഒരു റിപ്ലൈ പോലും, അറ്റ്ലീസ്റ്റ് അവർ നമ്മുടെ ആപ്ലിക്കേഷൻ റിസീവ് ആയി എന്നുള്ള ഒരു മെയിൽ അല്ലാണ്ട് നമുക്ക് ഒരു പ്രതീക്ഷ നൽകുന്ന ഒരു ന്യൂസും, ഒരു ഇമെയിൽ അവർ നമുക്ക് റിട്ടേൺ അയച്ചിട്ടില്ല. ഞങ്ങളുടെ ക്ലാസ്സിൽ ഏകദേശം ഒരു 45 to 50 മെമ്പേഴ്സ് ഉണ്ടായിരുന്നു, 50 സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. അതിൽ ആദ്യത്തെ ഒരു 1 മന്തിൽ ജോബ് കിട്ടിയത് 12 പേർക്ക് മാത്രമേ ജോലി കിട്ടിയിട്ടുള്ളൂ. അതും അവർക്ക് കിട്ടിയ സ്റ്റുഡൻസിനാണെങ്കിൽ ഓവർസീസ് എക്സ്പീരിയൻസ് ഉള്ളവരായിരുന്നു. എസ്പെഷ്യലി സൗദി, കുവൈറ്റ്, അങ്ങനെയുള്ള കൺട്രീസിലൊക്കെ എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് ഇവർ ആദ്യമേ പ്രിഫർ ചെയ്തത്. പിന്നെ ഉണ്ടായിരുന്ന എന്നെപ്പോലെ എനിക്കൊക്കെയാണ് 2.6 years ഓഫ് എക്സ്പീരിയൻസേ ഉള്ളൂ, അത് ഇന്ത്യയിൽ. അങ്ങനെയുള്ള സ്റ്റുഡൻസിനൊന്നും, അങ്ങനെയുള്ള നേഴ്സുമാരെ ഒന്നും അവർ കൺസിഡർ ചെയ്യുന്നത് പോലുമില്ല. കുറച്ച് പേര് പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ മുന്നത്തെ പഠിച്ചിറങ്ങിയ നേഴ്സുമാർ ഇവിടെ ജോലി കിട്ടിയതിന് ശേഷം 1 year ആകുന്നതിന് മുന്നേ തന്നെ അവർ ഓസ്ട്രേലിയക്ക് രജിസ്റ്റർ ചെയ്യും. ഓസ്ട്രേലിയക്ക് രജിസ്ട്രേഷൻ ചെയ്തതിന് ശേഷം അവർ പ്രോപ്പറായിട്ടുള്ള റെസിഗ്നേഷൻ കൊടുക്കാണ്ട് ഓസ്ട്രേലിയക്ക് മൈഗ്രേറ്റ് ചെയ്യും. അപ്പം നഷ്ടം വരുന്നത് എംപ്ലോയേഴ്സിനാണ്. അപ്പം അതുകൊണ്ട്
ഇന്ത്യൻസിനെ എടുക്കാൻ അവർക്കൊരു മടിയാണ്. കാരണം ഇന്ത്യൻസ് ഇങ്ങനെ ഒരിടത്ത് നിൽക്കത്തില്ല, അവരിങ്ങനെ പോവുകയാണെന്നുള്ള രീതി വന്നതുകൊണ്ട് ഇന്ത്യൻസിനെ എടുക്കാൻ അവർക്ക് പൊതുവെ ഒരു മടിയാണ്. അപ്പോൾ ഒന്ന് ആലോചിക്കണം, മുന്നേ പഠിച്ചവർ, അതായത് ജോലി കിട്ടിയവർ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ ഇപ്പോൾ ഈ പുറകെ വരുന്ന ബാക്കിയുള്ള നഴ്സുമാരാണ് ഈ സഫർ ചെയ്യുന്നത്. അതിപ്പം ആരും മനസ്സിലാക്കുന്നില്ല, ഒന്നാമത്തെ കാര്യം. അതിനുശേഷം കുറച്ച് 1 മന്തോളം ഇങ്ങനെ ജോബ് സെർച്ച് ചെയ്തിട്ടൊന്നും നമുക്കൊരു പോസിറ്റീവായിട്ടുള്ള ഒരു റിപ്ലൈ, ഒരു മെയിലോ ഒന്നും വരാത്തത് കൊണ്ട് ഞങ്ങൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ആഫ്റ്റർ രജിസ്ട്രേഷൻ ചെയ്തു, ഓസ്ട്രേലിയൻ രജിസ്ട്രേഷൻ ചെയ്തു. അങ്ങനെ ഓസ്ട്രേലിയ രജിസ്ട്രേഷൻ ചെയ്തപ്പോഴാണ് ഒരു ഹോപ്പ് നമുക്ക് കിട്ടി തുടങ്ങിയത്. ബിക്കോസ് അവർ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മളെ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. കുറേ റിക്രൂട്ട്മെന്റ് ഏജൻസീസ് ഉണ്ട്. അപ്പം സീക്ക് തന്നെയാണ് ഫുൾ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. സീക്ക് ത്രൂ മാത്രമാണ് ഓസ്ട്രേലിയക്ക്, മാത്രം എന്നല്ല, ഏറ്റവും കൂടുതൽ ഞങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ എംപ്ലോയേഴ്സ് അല്ലെങ്കിൽ റിക്രൂട്ട്മെന്റ് ഏജൻസി വിളിക്കുന്നത് സീക്ക് വഴിയാണ്. ന്യൂസിലാൻഡിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഞങ്ങളൊക്കെ ഒരു എക്സ്പീരിയൻസ് വെച്ച് ട്രേഡ് മീ ആണ്. ഓൾമോസ്റ്റ് 1 മന്തോളം ഞങ്ങൾ ന്യൂസിലാൻഡിൽ ജോബ് കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് അപ്ലൈ ചെയ്തുകൊണ്ടിരുന്നു. അതിൽ എനിക്ക് ഒരു ഏജ്ഡ് കെയർ ഫെസിലിറ്റിയിൽ നിന്ന് ഇങ്ങനെ കോൾ വന്നു, ഇൻ്റർവ്യൂ ഉണ്ട്, 1 വീക്ക് ടൈമുണ്ട്, അതുകൊണ്ട് ഇൻ്റർവ്യൂ ഉണ്ട്. ഞങ്ങളുടെ ക്രൈസ്റ്റ് ചർച്ച് തന്നെ ഉണ്ടായിരുന്ന ഒരു എംസ്കോട്ട് എന്ന് പറഞ്ഞൊരു റിട്ടയർമെൻറ്റ് വില്ലേജിലാണ്, ഒരു ഏജ്ഡ് കെയർ സെക്ടറിലാണ് എനിക്ക് ഇൻ്റർവ്യൂ കിട്ടിയത്. അങ്ങനെ ഇൻ്റർവ്യൂ കിട്ടി. അപ്പം ഞങ്ങൾ ഡയറക്റ്റ് ഫേസ് ടു ഫേസ് ഇൻ്റർവ്യൂ ആയിരുന്നു. ഞാൻ പോയി അറ്റൻഡ് ചെയ്തു കഴിഞ്ഞ് അവർ വിളിക്കാമെന്ന് പറഞ്ഞു. 1 വീക്ക് കഴിഞ്ഞിട്ടും അവർ വിളിക്കുകയൊന്നും ചെയ്തില്ല. അപ്പം ഞാൻ വിളിച്ച് ചോദിച്ചു എന്താണ് എൻ്റെ ഒരു എന്താണ് എനിക്ക് ഇൻ്റർവ്യൂ പാസ്സായില്ലെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ വിളിച്ചു ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അൺസക്സസ്ഫുൾ ആണ്, ഇൻ്റർവ്യൂ ശേഷം അൺസക്സസ്ഫുൾ ആണെന്ന്. അപ്പം ഞാൻ ഇൻ്റർവ്യൂ ചെയ്യാൻ പോയപ്പോൾ കണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇവർ തന്നെ എംപ്ലോയേഴ്സ് തന്നെ, നമ്മൾ ഇൻ്റർവ്യൂ ചെയ്ത ആൾക്കാർ തന്നെ നമ്മുടെ അടുത്ത് പറയുന്നുണ്ട് അവർക്ക് ഓൾമോസ്റ്റ് ഒരു 50 to 60 കാൻഡിഡേറ്റ്സ് ഉണ്ട് ഫോർ 2 പൊസിഷൻ. 2 വേക്കൻസിക്ക് വേണ്ടിയിട്ട് അവർ ഏകദേശം ഒരു 60 നഴ്സുമാരെ അവർ ഇൻ്റർവ്യൂ ചെയ്യുന്നുണ്ട്. ഈ 60 നഴ്സുമാരിൽ തന്നെ സിറ്റിസൺഷിപ്പ് ഉള്ളവരുണ്ട്, അല്ലെങ്കിൽ തന്നെ പ്രോപ്പറായിട്ടുള്ള വർക്ക് വിസ ഉള്ളവരുണ്ട്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സ്പോൺസർഷിപ്പ് വേണം, നമുക്കൊരു വർക്ക് വിസ വേണം, അത് എംപ്ലോയർ നമ്മളെ സപ്പോർട്ട് ചെയ്യണം. അതുകൊണ്ട് അവർക്ക്, അതായത് എംപ്ലോയേഴ്സിന് ഏറ്റവും ഈസി ആയിട്ടുള്ള കാര്യം അവിടെ തന്നെയുള്ള സിറ്റിസൺഷിപ്പിനെ അല്ലെങ്കിൽ പ്രോപ്പർ വർക്ക് വിസ ഉള്ളവരെ എടുക്കുന്നതാണ് അവർക്ക് ഈസി മാത്രമല്ല, ഗവൺമെൻറ് പറയുന്നത് വർക്ക് വിസയും സിറ്റിസൺഷിപ്പും ഉള്ള കാൻഡിഡേറ്റ്സിനെ ആദ്യമേ പ്രിഫർ ചെയ്യാവുള്ളൂ, അതിനുശേഷം മാത്രമേ നമ്മളെ എടുക്കാവുള്ളൂ എന്നുള്ള രീതിയിൽ. അപ്പോൾ എനിക്കാണെങ്കിൽ അവിടെ നിന്നും റിജക്ഷൻ വന്നു. പിന്നെ ഇവിടെ നോക്കിയിട്ട് കാര്യമില്ലെന്നുള്ള രീതി ആയപ്പോൾ ഓസ്ട്രേലിയക്ക് ആഫ്റ്റർ രജിസ്ട്രേഷൻ ചെയ്ത് ഓസ്ട്രേലിയക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി. അപ്പോഴാണ് ഒരു ഹോപ്പ് നമുക്ക് കിട്ടി തുടങ്ങിയത്. കാരണം വിത്തിൻ 1 to 2 ഡേയ്സിനുള്ളിൽ അവർ നമ്മളെ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ തന്നെ സംഭവിക്കുന്നത്. കാരണം അവർ കോൺടാക്ട് ചെയ്യുന്നുണ്ട്, അവർ ജോബ് തരാമെന്ന് പറയുന്ന കുറേ ഏജൻസികളുണ്ട്. ന്യൂസിലാൻഡിലാണെങ്കിൽ ട്രേഡ് മീ, സീക്ക്, DHP അങ്ങനെ കുറേ സൈറ്റുകളുണ്ട്. എസ്പെഷ്യലി ട്രേഡ് മീയിൽ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴാണ് അവർ കൂടുതലും വിളിക്കുന്നത്. പക്ഷേ ഓസ്ട്രേലിയ, എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ വെച്ച് നോക്കുമ്പോൾ സീക്കിലാണ് ഫുള്ള് റിക്രൂട്ട്മെന്റ് ഏജൻസികൾ വിളിക്കാൻ സാധ്യത. ത്രൂ സീക്കിലാണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ നമുക്ക് ജോബ് സെർച്ച് ചെയ്യാനായിട്ട്. ഇഷ്ടംപോലെ ഏജ്ഡ് കെയർ ഓപ്പണിങ്സ് ഉണ്ട്, വേക്കൻസീസ് ഉണ്ട്, അതുപോലെ തന്നെ ഗവൺമെന്റിന്റെ ആണെങ്കിലും ഒക്കെ സീക്കിനകത്തുണ്ട്. അപ്പോൾ സീക്ക് ത്രൂ ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ ജോബ് കിട്ടാൻ സാധ്യത. അങ്ങനെ സീക്ക് ത്രൂ കൊടുത്തു. അങ്ങനെ നമുക്ക് ജോബ് അവർ ഇതുപോലെ തന്നെ ഓഫർ ലെറ്റർ പ്രൊവൈഡ് ചെയ്യാമെന്ന് പറഞ്ഞു. അതിനുശേഷം ഞങ്ങൾ വിചാരിച്ചു ഇപ്പോൾ ന്യൂസിലാൻഡിൽ നിൽക്കേണ്ട കാര്യമില്ല, ഇപ്പോൾ ഓസ്ട്രേലിയക്ക് പോവുകയാണെങ്കിൽ നമ്മൾ ന്യൂസിലാൻഡിൽ നിൽക്കേണ്ട കാര്യമില്ലല്ലോ, വെറുതെ നമ്മൾ വാടകയൊന്നും റെന്റ് ഒന്നും കൊടുത്ത് അവിടെ നിൽക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് റിട്ടേൺ ഇന്ത്യക്ക് വരാൻ വേണ്ടി പ്ലാൻ ചെയ്തു. ഇന്ത്യക്ക് വരാൻ വേണ്ടി വിചാരിച്ചു. അപ്പോൾ നമ്മുടെ വിസിറ്റർ വിസ ഏകദേശം 6 മന്താണ് വിസിറ്റർ വിസ നമുക്ക് ഉള്ളത്. വൺസ് നമ്മൾ ഇന്ത്യയിൽ പോയിട്ട് തിരിച്ചു വരുവാണെങ്കിൽ, എക്സിറ്റ് ചെയ്തിട്ട് വീണ്ടും എൻ്റർ ചെയ്യുവാണെങ്കിൽ 6 മന്ത് വീണ്ടും നമുക്ക് കിട്ടും. പക്ഷെ നമുക്കത് ചെയ്യേണ്ട കാര്യമില്ലാത്തതുകൊണ്ട് 3 മന്ത് എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അപ്ലൈ ചെയ്തു. പക്ഷെ അവിടെയും നമ്മളെ ആരും സപ്പോർട്ട് ചെയ്യാനുണ്ടായിരുന്നില്ല. അതായത് ന്യൂസിലാൻഡ് ഗവൺമെന്റ് ഒന്നും നമ്മളെ സപ്പോർട്ട് ചെയ്യാനുണ്ടായിരുന്നില്ല, ഇമിഗ്രേഷൻ ആണെങ്കിലും. കാരണം 3 മന്ത് എക്സ്ട്രാ നമുക്ക് നിൽക്കാൻ വേണ്ടിയിട്ടുള്ള, വിസിറ്റിംഗ് വിസ നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻ കൊടുക്കുകയും, പക്ഷേ അവിടെ നിന്ന് തന്നെ റിപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് ഇവിടെ ജോബ് സെർച്ചിങ്ങിന് വിസിറ്റിംഗ് വിസ വരാൻ പറ്റില്ല, വിസിറ്റിംഗ് വിസ നിങ്ങൾക്ക് ജോബ് സെർച്ചിന് വരാൻ പറ്റില്ല എന്ന് നമ്മുടെ അടുത്ത് പറയുകയാണ് ചെയ്തത്. പക്ഷേ ഞങ്ങൾക്ക് മുന്നേ വരെയുള്ള ബാച്ച്
ഈ സെയിം റീസൺ, അതായത് ജോബ് സെർച്ചിന് വേണ്ടി വിസിറ്റിംഗ് വിസ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്, അവർക്കൊക്കെ ചെയ്ത് കൊടുത്തിട്ടുമുണ്ട്. പക്ഷെ ഞങ്ങളുടെ ബാച്ച് തൊട്ട് അങ്ങോട്ട് അവർ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷെ വേറൊരു കാര്യം എന്തെന്ന് വെച്ചാൽ, ഇമിഗ്രേഷൻ ലോയർ വഴി $750 കൊടുത്ത് ഇമിഗ്രേഷൻ ലോയർ വഴി ചെയ്തവർക്കൊക്കെ അവർ വിസ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തു. സ്വന്തമായിട്ട് പൈസ മുടക്കാണ്. നമ്മൾ സ്വയമായിട്ട് ചെയ്യുമ്പോൾ ഏകദേശം ഒരു $250 സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് പേ ചെയ്യേണ്ടി വരുന്നത്. അത് കൊടുത്ത് ചെയ്തപ്പോൾ നമുക്ക് റിജക്ഷൻ ആണ് വന്നത്. അപ്പം അതായത് ഇമിഗ്രേഷൻ ലോയർ വഴി ചെയ്യുവാണെങ്കിലും നമ്മൾ സ്വയമേ ചെയ്യുവാണെങ്കിലും റീസൺ ഒന്നാണ്, ജോബ് സെർച്ചിന് വേണ്ടിയാണ് ഇവിടെ നിൽക്കുന്നത്. പക്ഷെ നമ്മളെ അവർ അത് സമ്മതിച്ചില്ല, വിസ റിജക്റ്റ് ചെയ്യുവാണ് ചെയ്തത്. ഇന്ററിം വിസ എന്ന് പറഞ്ഞൊരു വിസ തന്നു. അതായത് 20 days നമുക്ക് ഇവിടെ നിൽക്കാം. ആഫ്റ്റർ 20 days കഴിയുമ്പോൾ നമുക്ക് പോകേണ്ടി വരും, ഇവിടെ തന്നെ നിൽക്കാൻ പറ്റത്തില്ല, പോവേണ്ടി വരും. അങ്ങനെ ഇന്ററിം വിസ അടിച്ചു തരുവാണ് ചെയ്തത്. അതിനെ തുടർന്ന് ഞങ്ങൾ വിചാരിച്ചു എന്നാൽ ഇവിടെ നിൽക്കേണ്ട കാര്യമില്ല, വെറുതെ പേ ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല. എസ്പെഷ്യലി ന്യൂസിലാൻഡിൽ ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം അതുപോലെയാണ് ലിവിങ് എക്സ്പെൻസ്, വാടകയാണെങ്കിലും സാധനങ്ങളുടെ വിലയാണെന്ന് പറഞ്ഞാലും നമുക്ക് ജീവിക്കാനേ പറ്റില്ല. അത് എസ്പെഷ്യലി ജോലി ഇല്ലെങ്കിൽ ഒട്ടും ജീവിക്കാൻ പറ്റില്ല. അങ്ങനെയാണ് ഇപ്പം ഇന്ത്യയിലോട്ട് ഞാൻ തിരിച്ചു വരേണ്ട സാഹചര്യം ഉണ്ടായത്. ഇപ്പം തിരിച്ചു വന്നാൽ ഇപ്പം ഓസ്ട്രേലിയക്ക് ഒരു ജോബ് ഓഫർ ലെറ്റർ കിട്ടിയതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല. പക്ഷേ സ്റ്റിൽ ഓസ്ട്രേലിയയിലാണേലും ന്യൂസിലാൻഡിലാണേലും ജോബ് ഓഫർ കിട്ടാണ്ട് വിഷമിച്ചിരിക്കുന്ന ഒത്തിരി സ്റ്റുഡൻസും ഒത്തിരി നഴ്സുമാരും ഉണ്ട്. ഇപ്പോഴും കുറച്ച് പേര് ന്യൂസിലാൻഡിൽ തന്നെ നിൽക്കുന്നുണ്ട് എന്തെങ്കിലും ഒരു പോസിറ്റീവ് റിപ്ലൈക്ക് വേണ്ടിയിട്ട്. പക്ഷെ ഞാൻ പറയുന്നത് ന്യൂസിലാൻഡിൽ നിൽക്കേണ്ട കാര്യമില്ല. നമുക്ക് നാട്ടിൽ വന്നിട്ട് ഓസ്ട്രേലിയക്ക് അപ്ലൈ ചെയ്ത് നാട്ടിലിരുന്ന് തന്നെ നമുക്ക് ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. പിന്നെ വേറൊരു ബുദ്ധിമുട്ടുണ്ടായത് എന്തെന്ന് വെച്ചാൽ, നമ്മൾ 3 month ക്യാപ് പ്രോഗ്രാമിന് പോയി, ബാക്കി ഒരു 5 monthോളം നമ്മൾ ജോബ് സീക്കിംഗ് ആയിരുന്നു നടത്തിക്കൊണ്ടിരുന്നത്, അതായത് ജോബ് സെർച്ചിങ് ആയിരുന്നു. അങ്ങനെ ചെയ്തത് കൊണ്ട് 7 മാസമാണ് നമ്മുടെ എക്സ്പീരിയൻസിൽ ഗ്യാപ്പ് വന്നത്. അപ്പോൾ ഈ എക്സ്പീരിയൻസിൽ 7 മാസം ഗ്യാപ്പ് വരുന്നത് ചില ഹോസ്പിറ്റലുകാർക്കോ അല്ലെങ്കിൽ ഏജ്ഡ് കെയർ ഫെസിലിറ്റി ഉള്ള ഏജ്ഡ് സെക്ടറിലുള്ളവർക്കോ അത് ബുദ്ധിമുട്ടാണ്. അവർ അത് പറയുന്നത് ഗ്യാപ്പ് പറ്റില്ല, 7 മാസം ഒന്നും ഗ്യാപ്പ് അനുവദിക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് നിങ്ങളെ എടുക്കാൻ പറ്റില്ല എന്നുള്ള റീസൺ പറയുന്നവരും ഉണ്ട്. അപ്പം നഷ്ടം മൊത്തം നമുക്കാണ്. അപ്പം ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ക്യാപ്പ് ചെയ്യാൻ വേണ്ടി മാത്രം പോവുക, ചെയ്തതിന് ശേഷം ഇമ്മീഡിയറ്റ് ആയിട്ട് വന്ന് ജോബിന് തിരിച്ച് നാട്ടിലാണെങ്കിൽ നാട്ടിൽ ജോബിന് കയറുക, സൗദിയിലാണെങ്കിൽ അവിടെ ജോബിന് കയറുക. അതല്ലാണ്ട് പെർമനന്റ് ആയിട്ട് ജോബ് റിസൈൻ ചെയ്തിട്ട് വരുന്നവർക്ക് വളരെ നഷ്ടമാണ്. ഞങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് വെച്ച് നോക്കുവാണെങ്കിൽ വളരെ നഷ്ടമാണ്. കാരണം ക്യാപ്പ് ഇപ്പം ഓസ്കി ഒക്കെ ആണെങ്കിൽ 7 days മാത്രം നമുക്ക് ഓസ്കി വന്ന് ചെയ്തിട്ട് പോകാൻ പറ്റും. ബാക്കി തിയറിയൊക്കെ നാട്ടിൽ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അപ്പം അതായത് ലീവ് എടുത്തിട്ട് വന്നിട്ട് ചെയ്താലും മതി. ഇപ്പോഴാണെങ്കിലും അതുപോലെ തന്നെ വേറൊരു കാര്യം പറയാൻ മറന്നു പോയത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ക്യാപ് റീഫണ്ട് തരേണ്ട ഒരു ഉത്തരവാദിത്വം അവർക്കുണ്ട്. അതായത് നമ്മൾ ക്യാപ്പിന് വേണ്ടിയിട്ട് ഒരു 6 lakhോളം ഞങ്ങൾ പേ ചെയ്തിട്ടുണ്ട് ക്യാപ്പ് ഓടിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഈ ക്യാപ്പ് അവർ റീഫണ്ട് ചെയ്തു എന്നുള്ള ഒരു അഷുറൻസിലാണ് നമ്മൾ പൈസ കൊടുത്ത് ക്യാപ് കോഴ്സ് പഠിക്കാൻ പോയത്. അപ്പോഴും അവരൊരു കണ്ടീഷൻ വെക്കുന്നത് എന്തെന്ന് വെച്ചാൽ, വർക്ക് വിസ കിട്ടിയാൽ മാത്രമേ നമുക്ക് ക്യാപ്പിനുള്ള ആപ്ലിക്കേഷൻ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ക്യാപ് റീഫണ്ടിന് വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റുള്ളൂ വർക്ക് വിസ കിട്ടിക്കഴിഞ്ഞ്. സോ വർക്ക് വിസയും ജോലി ഇല്ലാത്തവർക്ക് എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ല. ഞങ്ങൾക്കൊന്നും ക്യാപ് റീഫണ്ട് അപ്ലൈ ചെയ്യാൻ പോലും പറ്റില്ല. കാരണം ഞങ്ങൾക്ക് ഇപ്പം ഓസ്ട്രേലിയക്ക് പോകുന്നവർക്ക് ഇവരെന്തായാലും തരത്തില്ല. അത് വളരെ നഷ്ടമാണ്, അതും വലിയൊരു നഷ്ടം തന്നെയല്ല. ഇനി മുതൽ അങ്ങോട്ട് ക്യാപ് റീഫണ്ട് നിർത്തലാക്കാൻ പോവാന്നും കേൾക്കുന്നുണ്ട്. അങ്ങനെ ന്യൂസിലാൻഡിൽ പോയി ജോലി ചെയ്യണം എന്നും ആഗ്രഹമായിട്ട് നിൽക്കുന്നവരുണ്ടെങ്കിൽ വേറെ എന്തേലും, അതായത് നിങ്ങളിപ്പം ഏതെങ്കിലും ഏജൻസിനെ കണ്ടിട്ട് പൈസ 1 ലക്ഷമോ 2 ലക്ഷമോ മാത്രം മുടക്കി എങ്കിൽ ദൈവത്തെ ഓർത്ത് അവിടെ പോയിട്ട് ഒരു കാര്യവും ഇല്ല. എൻ്റെ കയ്യിൽ നിന്ന് ഏകദേശം ഒരു 20 lakhs അവിടെ ഞാൻ ചിലവാക്കേണ്ടി വന്നു ഈ ക്യാപ്പ് പഠിക്കാനായിട്ട്, ന്യൂസിലാൻഡിൽ പോകാനായിട്ട്. ആ 20 ലക്ഷം നഷ്ടമായത് മാത്രമേ ഉള്ളൂ. പക്ഷെ ഒരു ഉപകാരം ഉണ്ടായെന്ന് വെച്ചാൽ അഫ്ര രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റി. അത് അതായത് APC ഉള്ളത് കൊണ്ട് മാത്രം അഫ്ര രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റി. അല്ലാണ്ട് ന്യൂസിലാൻഡിൽ ജോലി ചെയ്യണം എന്നുള്ള സ്വപ്നമായിട്ട് നിൽക്കുന്നവർക്ക് ദൈവത്തെ ഓർത്ത് അവിടെ പോയിട്ട് ഒരു കാര്യമില്ല. എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ച് പറയുവാണ്, ഒരു കാര്യവുമില്ല. പൈസ പോകാവുന്ന മാത്രമേ ഉള്ളൂ മിച്ചം. കുറച്ച് പേര് പറയുന്നുണ്ട്, ഞാൻ 2 ലക്ഷം രൂപ മുടക്കിപ്പോയി അല്ലെങ്കിൽ 3 ലക്ഷം രൂപ മുടക്കിപ്പോയി, ഇനിയിപ്പോൾ എനിക്ക് വേറൊരു വഴിയില്ല. നിങ്ങളുടെ 3 ലക്ഷം മാത്രമേ പോകുന്നുള്ളൂ. ബാക്കി 17 ലക്ഷം അല്ലെങ്കിൽ 16 ലക്ഷം നിങ്ങൾക്ക് ലാഭിക്കാം.
എൻ്റെ ഒരു 20 ലക്ഷം, ഏകദേശം 20 ലക്ഷം 7 മാസവുമാണ് ന്യൂസിലാൻഡിൽ പോയിട്ട് വേസ്റ്റ് ആകേണ്ടി വന്നത്. ഒരു പ്രയോജനമില്ലെന്നല്ല. അതേസമയം UK പോയി നിൽക്കുവാണെങ്കിൽ UK പോകാം. UK പോയി കഴിഞ്ഞ് അവിടുന്ന് നമുക്ക് ഓസ്ട്രേലിയക്ക് പോകാം. ഡയറക്റ്റ് അവിടെ നിന്നാണെങ്കിലും ഓസ്ട്രേലിയക്ക് പോകാം. അവിടെ എൻക്ലർക്ക് സാറിനൊന്നും വേണ്ട, നമുക്ക് ഡയറക്റ്റ് PR ഇട്ടിട്ട് പോകാൻ പറ്റും. അല്ലെങ്കിൽ വേറെ അയർലൻഡ് പോകാം. വേറെ ഏത് കൺട്രി പോയാലും ന്യൂസിലാൻഡിൽ ഇപ്പോൾ പോകുന്നതിൽ ഒരു കാര്യമില്ല. അവിടെ ഒട്ടും ജോബ് വേക്കൻസി ഇല്ല. ഓക്കെ. പിന്നെ ഞാനിങ്ങനെ കമൻസ്, എൻ്റെ വീഡിയോസ് വരുമ്പോൾ അതിൻ്റെ താഴെ കുറേ പേര് കമൻസ് ഇട്ടിട്ടുണ്ട്. എന്താണ് ജോലി, പാർട്ട് ടൈം ആണോ അല്ലെങ്കിൽ നേഴ്സാണോ, അങ്ങനെ കമൻസ് ഒക്കെ ഇങ്ങനെ വരാറുണ്ട്. അപ്പം ഞാൻ പറ്റുന്നത്ര റിപ്ലൈ കൊടുക്കുന്നുണ്ട്. അതിലൊരു കമൻസ് വന്നത് വളരെ വിഷമം വന്നു. കാരണം ആ ഒരാൾ ഇങ്ങനെ പറയുവാണ് ചെയ്തത്, നിങ്ങൾ നേഴ്സുമാർ, നിങ്ങൾ ന്യൂസിലാൻഡിൽ പോയിട്ട് അവിടെ ചെന്ന് നിങ്ങൾക്ക് ഏജ്ഡ് കെയറിൽ വർക്ക് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് നാട്ടിലേക്ക് നേഴ്സുമാർക്ക് നിങ്ങളൊരു ഭീഷണിയാണ്, അത് അവർക്ക് നിങ്ങളൊരു തടസ്സമാകില്ലേ എന്നുള്ള രീതിയിൽ ആ കമന്റ് ഇട്ട ആളോട് ഒരു കാര്യമേ പറയാനുള്ളൂ. ഞങ്ങൾ എവിടെ ആണെങ്കിലും, ഒരു ക്ലിനിക്കിലാണെങ്കിലും നമ്മൾ ജോലി ചെയ്യാൻ താല്പര്യത്തോടെ നിൽക്കുന്ന, അത്രയ്ക്ക് ആഗ്രഹത്തോടെ നിൽക്കുന്ന ഒരു ക്ലിനിക്ക് ആണെങ്കിലും നമുക്ക് ഒരു കുഴപ്പവും ഇല്ല. ഏജ്ഡ് കെയറോ ക്ലിനിക്കോ നമുക്ക് ഒരു വിഷയവും ഇല്ല. പക്ഷെ ഇവർ നമ്മളെ എടുക്കാത്തത് കൊണ്ടാണ് നമ്മൾ ജോലിക്ക് കയറാത്തത്. നമ്മളെ എടുക്കാത്തത് കൊണ്ട് മാത്രം, അല്ലാണ്ട് നമുക്ക് ഒരു കുഴപ്പമില്ല. എവിടെയാണെങ്കിലും ഈവൻ സാലറി പോലും ഞങ്ങൾ നോക്കിയിട്ടില്ല. $30 പെർ അവർ ആണെങ്കിൽ പോലും ഞങ്ങൾ സന്തോഷത്തോടെ ജോലി ചെയ്യും. അതിപ്പം വിസയുടെ ഇഷ്യൂ ഉള്ളത് കൊണ്ടാണ് വളരെ കുറവ് നമുക്ക് പറ്റാത്തത്. എത്ര തന്നാലും നമുക്ക് കുഴപ്പമില്ല. ഏത് സ്ഥലത്ത് ജോലി ചെയ്യാനും നമ്മൾ ഒരു കുഴപ്പമില്ലാതെയാണ് നിന്നത്. അപ്പം നാട്ടിലുള്ളവരെ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് നേഴ്സുമാർ, നമ്മളിവിടെ ന്യൂസിലാൻഡിൽ വന്നവർ ഏജ് കെയറിൽ കയറാണ്ട് അവർക്ക് ഹോസ്പിറ്റലിൽ മാത്രം നോക്കിയിരുന്നിട്ട് ഇവർ നിൽക്കുന്നതുകൊണ്ടാണ് നമുക്ക് ജോലി കിട്ടാത്തതെന്നാണ് പലരും വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരിക്കലുമല്ല. ഇപ്പം നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് കൊണ്ട് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ഇതൊക്കെയാണ് റീസൺ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ. ഇനി എന്തെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ ഞാൻ രണ്ടാമത് വേറൊരു വീഡിയോസ് ആയിട്ട് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് ഇടുവാണെങ്കിൽ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.